ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ടാസ്ക് വന്നു കേട്ടോ. എന്താണെന്നല്ലേ, അതായത് ബിഗ് ബോസ് വീട് ഇപ്പോൾ ഒരു കപ്പലാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കപ്പലിനെ മുക്കാനും അതുപോലെ തന്നെ ഉയർത്താനും കഴിവുള്ള രണ്ടാൾക്കാരുടെ പേര് പറയണം. ഇതാണ് ഇന്നത്തെ മോർണിംഗ് ടാസ്ക്. ഈ കപ്പൽ മുക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് അനുവാണ് എന്നാണ് അവിടുത്തെ ഭൂരിഭാഗം പേരും. ഭൂരിഭാഗമല്ല, ഒരു 5-6 പേര് പറയുന്നത് അനുവാണെന്നാണ്. അതായത് നമ്മുടെ ആര്യൻ പറയുന്നുണ്ട്, അതുപോലെ തന്നെ അഭി പറയുന്നുണ്ട്. വൻ കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശൈത്യം പറയുന്നുണ്ട് അനുവാണ് ഈ കപ്പൽ മുക്കാൻ ചാൻസ് കൂടുതലുള്ളത് എന്ന്. അതുപോലെ തന്നെ ഷാനവാസിനും ഇതുപോലെ കുറേ പേര് വോട്ട് ചെയ്തിട്ടുണ്ട്. കപ്പൽ മുക്കാൻ സാധ്യതയുള്ള വ്യക്തി ഷാനവാസാന്ന് പറയുന്നുണ്ട്. ശാരിക ക്ക് വോട്ട് ചെയ്തത് ആദില നൂറയും ഇതുപോലെ കപ്പൽ മുക്കാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തി എന്ന് പറയുന്നുണ്ട്. ഇതെന്തായാലും ശാരികയ്ക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആദില നൂറയും ശാരികയ്ക്ക് ഇങ്ങനെ എതിരായിട്ട് സംസാരിച്ചപ്പം അത് ശാരികയ്ക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പൽ ഉയർത്താൻ ചാൻസ് ഉള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം പേരും പറഞ്ഞിരിക്കുന്നത് അനീഷിൻ്റെ പേരാണ്. ഒരു കാലത്ത് അനീഷിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടാണ് അവിടെയുള്ള എല്ലാവരും കളിച്ചിരുന്നത്. ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് വന്നതിന് ശേഷം ജസ്റ്റ് എല്ലാവരും ആ ഒരു പ്ലേറ്റ് മാറ്റി തുടങ്ങി. അനീഷിന് പുറത്ത് ഭയങ്കര സപ്പോർട്ടാണെന്നുള്ളത് അവർക്ക് എവിടെ നിന്നൊക്കെയോ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു ഹിൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അനീഷ് നല്ല ഗുഡ് പ്ലെയറാണ്, അല്ലെങ്കിൽ ഈ കപ്പൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ അനീഷിനാണ് കുറേ പേര് വോട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ജിസൈലിന് കിട്ടിയിട്ടുണ്ട്, ആര്യനും കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ മോർണിംഗ് ടാസ്ക് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡിസ്കഷനാണ്. എല്ലാവർക്കും അതൊരു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിമുളയ്ക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ബാക്കിയുള്ള മണിക്കൂറുകളിലൊക്കെ ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് അറിയാം. ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.